ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? കണ്ടല്ലോ, സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ അവിടെ നിന്നല്ലേ? കറക്റ്റ്. അത് തന്നെ വിമൽ ചേട്ടാ. ഇതാ വിമൽ ചേട്ടാ, നമ്മുടെ വിമൽ ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വിമൽ ചേട്ടൻ പണ്ടൊരു വീഡിയോ ചെയ്ത് ആൾക്കാരെല്ലാവരും അത് തന്നെ. അങ്ങനെ 32 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നും കരിയിൽ നിന്നും വിട പറയുകയാണ്. വേൾഡ് കപ്പുമായിട്ട് എന്ത് തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വാക്കുകൾ കിട്ടാത്തൊരു സമയമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. വാക്കുകൾ ഉടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റിന് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ജയിക്കണമായിരുന്നു. ഈ ടീം നമ്മൾ കുറെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫൈനലെത്തും, സെമി ഫൈനലെത്തും, അവിടെ പോവും ഇവിടെ പോവും. അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്കൊരു വേൾഡ് കപ്പ് തരുമെന്ന് നമുക്കറിയാം. അത് നമുക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഇനി വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ആയി പോയില്ലേ? പറയാറുണ്ട്. എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടെ കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? കപ്പം മേടിച്ച് നമ്മൾ ചോറും കഴിച്ച് ഇനി അടുത്ത വണ്ടിക്ക് എയർപോർട്ടിൽ പോയ പോലെ ഒരു മൊമെന്റ് ആണ് ഇത്. നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇതൊന്ന് ആഘോഷിക്കണം. വെസ്റ്റ് ഇൻഡീസിലെ സുബിച്ചേട്ടനുമായിട്ട് ഇന്ത്യ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർക്കും.